ഈ ഗോമതി ചേച്ചിയുടെ ഭർത്താവ് കാണിക്കുന്ന കഷ്ടമാണ്. അവർക്ക് ഒട്ടും വയ്യെന്നറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? 3-4 വട്ടം അവരെ രണ്ടുപേരെയും കൂട്ടിയിരുത്തി സംസാരിച്ചതാ. അവര് നേരെയാവാൻ പോകുന്നില്ല. പാവം, നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാം. ഹോസ്പിറ്റലിൽ കുറച്ച് അധിക ദിവസം കിടക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്? ആ, ഹലോ മോളെ, ഞാൻ നിത്യ. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വായനശാലയിൽ പറഞ്ഞൊരു ഫണ്ട് കളക്ഷൻ വേണ്ടി വരും. പാവം, വേറെ ആരും ഇല്ലാത്തതല്ലേ. നീ വാ. ശരി, ഞാൻ വരാം. ഓക്കെ. എടാ, ഗോമതി ചേച്ചി 2nd ഫ്ലോറിലെ, നീ ഒന്ന് അങ്ങോട്ട് ചെല്ലേ. ഞാനിപ്പോൾ വരാം. എടാ, നീ എവിടെ പോവാ? എടാ, എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ട പോലെ തോന്നി. നീ നടന്നു, ഞാൻ വരാം. വീണേ, നീ എന്താ ഇവിടെ? അത് ഞാൻ ശ്രേയയുടെ കൂടെ വന്നതാ. എന്നിട്ട് ശ്രേയ എവിടെ? കൂടെയല്ല, ഇന്നലെ അവളിവിടെ ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നേ. അതിന്റെ ബ്ലഡ് റിസൾട്ട് വാങ്ങിക്കണമായിരുന്നു. എന്നോട് ഒന്ന് വാങ്ങിക്കാമോ ചോദിച്ചു. ശ്രേയക്ക് എന്താ അസുഖം? അത് ബ്ലഡിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. റിസൾട്ട് കിട്ടിയോ? ഇല്ല, ഇപ്പോ ലാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ല, ഹരിയേട്ടൻ എന്താ ഇവിടെ? നമ്മുടെ അമ്പാടിമുക്കിലെ ഗോമതി ചേച്ചിയില്ലേ, അവരെ ഒട്ടും സുഖമില്ലാതെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളൊന്ന് കാണാൻ വന്നത്. എന്നാ ശരി. വീണേ, ഞാൻ വേണമെങ്കിൽ നിന്നെ ശ്രേയയുടെ വീട്ടിലേക്ക് വിട്ടുതരാം. വേണ്ട, ഹരിയേട്ടൻ വന്ന കാര്യം നടക്കട്ടെ, ഞാൻ പോയിക്കോളാം. ശരി. നിത്യേച്ചി, ഞാൻ 1st ഫ്ലോറിലേക്ക് പോയി. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഏട്ടാ ഫാർമസിയിലേക്ക് പോയിരിക്കോ? ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? ആ, കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് കൂട്ടിക്കോ. പക്ഷേ ജ്യോതിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ എനിക്കിഷ്ടം. കാരണം എന്താന്ന് ചോദിക്കേ. അമ്മയെ മിസ് ചെയ്യുന്നതിന്റെ പേരില് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച കുട്ടിയല്ലേ. അങ്ങനൊരു കുട്ടിയെ നിരാശയാക്കാൻ പാടില്ലല്ലോ. ചെറിയ പനിയല്ലേ ഉള്ളൂ അല്ലേ? പനി ചെറുതേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ മരുന്നിന്റെ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അതെ, ഈ മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ? കൃത്യസമയത്ത് കഴിക്കുവോ? അതോ അമ്മയാണോ എടുത്തു തരാറ്? മരുന്നിന്റെ ഏർപ്പാടാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് അമ്മയുടെയാ. അത് അമ്മ എടുത്തു തരാറ്. അത് ഞാനായാലും ഏട്ടനായാലും എടുത്തു കഴിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പോ ഈ മരുന്ന് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിത്യേച്ചിന്റെ കൂടെ വന്നോ, മരുന്നൊക്കെ തീർന്നിട്ട് പോ. അയ്യടി മോളെ, അമ്മയോട് വിളിച്ചു ചോദിച്ചിട്ടേ വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നോ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ആദ്യം ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വാ. എന്നിട്ടാവാം എങ്ങനെയൊക്കെയാ നോക്കേണ്ടത്, എങ്ങനെയൊക്കെയാ പരിചരിക്കേണ്ടത്. ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് തന്നേക്കാം, പോരെ? ഞാൻ വിളിച്ചതാ നിത്യേച്ചിയെ. ഒരു ചെറിയ പനി വന്നതിന് ഇനി വിളിച്ചറിയിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ?
കുറച്ചു മുമ്പേ കൂട്ടുകാരോടും പറയുന്നത് കേട്ടു. അതിനെന്താ? പനി ഇങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണോ? സ്നേഹമുള്ളവരോട് പറയില്ലേ? ആ ശരിയെന്നാ പോവാം. ഏട്ടനൊരു മര്യാദയില്ലേ? നിത്യേച്ചി എത്ര ദൂരത്തുനിന്ന് വന്നതാ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഞാൻ വേണമെങ്കിൽ ആ റിസപ്ഷനിൽ പോയി നിൽക്കാം. രണ്ടാൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ പിന്നെ ഏട്ടനൊന്നും കാണില്ലല്ലോ. ഏട്ടാ, നമുക്ക് നിത്യേച്ചിക്ക് ഒരു കോഫി വാങ്ങിച്ചു കൊടുത്താലോ? അയ്യോ വേണ്ട മോളെ. എന്നാ എനിക്ക് കോഫി കുടിക്കണം. കൂടെ വരുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒന്ന് വിളിക്കേട്ടാ. നിത്യ വരൂ, ഇവിടെ തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്. വായിച്ചി. ഏട്ടാ, നമുക്ക് അവിടെ ഇരിക്കാം. വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം. ഇത് എവിടെ ഇരിക്കാം? ഇരിക്കേ. എന്താ വേണ്ടേ സർ? നിത്യേച്ചി, എന്തെങ്കിലും കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. 3 കോഫി. ശരി സർ. നിത്യ ഈ കോഫി ഹൗസിലൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. വല്ലപ്പോഴൊരു ഹോട്ടലിൽ കയറുന്നത് അച്ഛനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോഴാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ. അച്ഛനാണെങ്കിൽ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കുകയില്ല. അച്ഛന് വീട്ടിലെ ഭക്ഷണമാണ് ഇഷ്ടം. എനിക്കും. അപ്പൊ പിന്നെ അമ്മയുടെ സെയിം കക്ഷി തന്നെ. അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടാ പുറമേന്ന് കഴിക്കാനായിട്ട്. പക്ഷെ അച്ഛൻ നേരെ മറിച്ചാ. അച്ഛൻ വന്ന് ചാടിയാലുണ്ടല്ലോ, അച്ഛൻ തന്നെ നിത്യേന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോവും. അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്യും, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. അല്ലേ ഏട്ടാ? അല്ല, നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭക്ഷണം ഉണ്ടാക്കിയും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവര്. അതൊക്കെ ചുമ്മാതാ. വീട് വിട്ടാ മറ്റൊരു വീട്, സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന പോലെയെന്ന് പരസ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഫുഡൊക്കെ കണക്കാ. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ പുറം ലോകം കണ്ടിട്ടുണ്ടോടി? അതെ, സ്വന്തം പെങ്ങളോട് പുറം ലോകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരെങ്കിലും കേട്ട നാണക്കേടാ. സ്വന്തം പെങ്ങളെ പുറം ലോകം കാണിക്കേണ്ടത് ആങ്ങളമാരുടെ ഡ്യൂട്ടിയാ. അല്ലേ നിത്യേച്ചി? ചിലർക്ക് പുറം ലോകം കണ്ടാലും തീരത്തില്ല. അത്തരം ആഗ്രഹമുള്ളവരെ സൂക്ഷിക്കണമെന്നാ പറയാ. എന്നാ ആരാ പറഞ്ഞേ? ഇദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തട്ടിവിടും കേട്ടോ. നമ്മൾ വിചാരിക്കും പണ്ട് കാലത്തെ മുനിമാരോ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞരോ പറഞ്ഞതായിരിക്കുമെന്ന്. മുനിയും ശാസ്ത്രജ്ഞനും ഇദ്ദേഹം തന്നെയാ. ചേട്ടാ ഒന്ന് നിർത്തണേ. നിർത്ത് ചേട്ടാ, ഒരു മിനിറ്റ്. വീണ, വീണ, അയ്യോ ഏട്ടാ, ഇതാ പെൺകുട്ടിയല്ലേ? നിത്യേച്ചിക്ക് പരിചയമുണ്ടോ? ആ അറിയാം. വീടിന്റെ അടുത്ത് തന്നെയാ. അല്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അന്ന് നിത്യേച്ചിയെ പെണ്ണ് കാണാൻ വന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയില്ലേ, അത് ഈ കക്ഷിയെ കാണാനാ. ഏട്ടന്റെ ചോദ്യം കേട്ട് പാവം ആകെ വേർത്തുപോയി.
ഞാനങ്ങോട്ടൊന്ന് വിളിക്കേണ്ടതായിരുന്നു. ദുബായിലാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആണല്ലേ? എന്റെ കോൾ എടുക്കാനും ആൻസർ ചെയ്യാനാണല്ലേ ബുദ്ധിമുട്ട്? വീണ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു സീരിയസ് ഡിസ്കഷനില്ല. താനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം, സംസാരിക്കാം. വേണ്ട, ഇനി ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ എനിക്ക് സംസാരിക്കണം, ഇവിടെ വെച്ച് സംസാരിക്കണം. എന്തൊരു കഷ്ടമായത്. എനിക്ക് തന്നോട് സംസാരിച്ച സമയം കളയാനില്ല. ഇതിനു മുമ്പ് എന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്നപ്പോ നിനക്ക് ടൈം വേസ്റ്റ് ആയില്ലല്ലോ. വീണ, ആളുകൾ ഒരുപാടുണ്ട്, വെറുതെ ബഹളം വെക്കരുത്. ഞാൻ ബഹളം വെക്കും, എല്ലാരും കേട്ടോട്ടെ. എന്താ മാഡം, എന്താ ഇഷ്യൂ? കസ്റ്റമേഴ്സുള്ള സമയം ഇപ്പോ. സോറി ബ്രദർ, കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? ഞാനിപ്പോ എവിടുന്നാ വരുന്നതെന്നറിയോ? ഹോസ്പിറ്റലിൽ നിന്ന്. എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നറിയോ? എനിക്കതറിയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് എന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഛേ, നിർത്തടാ. മാഡം പ്ലീസ്, എനിക്കത് അലൗഡായും ബുദ്ധിമുട്ടാ. ദയവായി പുറത്തു പോകണം. മിണ്ടായിരിക്കണം. കൂട്ടുകാരുടെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലൊക്കെ ഇവ മാന്യനായിരിക്കും. പക്ഷേ ഇവൻ എന്നോട് ചെയ്തത് എന്താണെന്ന് നിങ്ങളൊക്കെ അറിയണം. ഞാൻ പ്രഗ്നന്റാ. ഈ ഇരിക്കുന്നവന്റെ കുഞ്ഞാ എന്റെ വയറ്റിൽ കിടക്കുന്നത്. അത് പറയാൻ വേണ്ടി ആയിരക്കണക്കിന് തവണ ഞാൻ ഇവനെ വിളിച്ചു. ദുബായിലാണ്, ബിസിനസ് കാര്യങ്ങളിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇവൻ ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? വിപിൻ, എനിക്ക് ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ പറ്റൂ. എന്ത് തീരുമാനം? ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. പക്ഷേ അതിന്റെ ഉത്തരവാദി ഞാനാന്ന് പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്ത് ചാരിത്രശുദ്ധിയുടെ കണക്കാണ് നിനക്ക് പറയാനുള്ളത്? തമ്മിൽ പരിചയപ്പെട്ട് 48 മണിക്കൂർ തികയും മുമ്പ് നിന്റെ മുറിയിലേക്ക് നീ എന്നെ വിളിച്ചു കയറ്റി. അതുപോലെ എത്ര പേര് വന്നുപോയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്, അവന്മാരൊക്കെ അങ്ങ് തേടി പിടിക്ക്. ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ വെച്ചങ്ങ് കെട്ട്. മോളെ, ഈ പൊതുസ്ഥലത്ത് വന്ന് മാനം കെടുത്തിയുണ്ടല്ലോ, നിന്നെ ഞാൻ ചുമന്നോളും എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണ്ട. നിനക്ക് ചെയ്യാവുന്നൊക്കെ നീ അങ്ങ് ചെയ്യ. എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം. മാറിയും വാടാ. ഗർഭിണിയാണെങ്കിലേ അതില്ലാതാക്കാനുള്ള 100 കണക്കിന് മാർഗങ്ങൾ ഈ നാട്ടിലുണ്ട്. അതിന്റെ ചിലവ് വേണമെങ്കിൽ നമ്മൾ ചിലവഴിച്ച ഒരു ദിവസത്തെ കൂലിയായിട്ട് ഞാൻ തരാം. അല്ലാതെ എന്റെ പുറകെ വന്നോണ്ടല്ലോ, കുടുംബം അടക്കം തീയിട്ട് ചുട്ടുകളയും ഞാൻ. അവൻ പറയുന്നതാണോ അവള് പറയുന്നതാണോ ശരിയെന്ന് ആർക്കറിയാം? ഈ പെൺപിള്ളേർക്ക് ഇത് എന്തിന്റെ അസുഖമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനിപ്പോ വരാവേ.
ആ പയ്യന്റെ അടുത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവൾ ആ ടൈപ്പാ. സാറിന് അതെങ്ങനെ അറിയാം? നേരം വെളുത്ത് വൈകുന്നേരം വരെ പബ്ബിലാവള്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ അങ്ങ് പോകും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരിക്കൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഞാനല്പം കണിശക്കാരനായതുകൊണ്ട് എൻ്റെ തലയിൽ പെട്ടില്ല. ചേച്ചി, അവരുടെ വീട്ടിൽ ഇതൊക്കെ അറിയുമ്പോ എന്ത് ടെൻഷനായിരിക്കും അല്ലേ? നല്ല കുടുംബം അവരുടേത്. ഈ കുട്ടിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നെ. അന്ന് ഞാൻ അവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഏട്ടൻ എന്തിനാ വേണ്ടാത്തതൊക്കെ ചോദിക്കുന്നതെന്ന് നീ പറഞ്ഞില്ലേ? ഇപ്പം എന്ത് പറയുന്നു? അതേട്ടാ, എടി, എനിക്കൊരാളെ മനസ്സിലാക്കാനേ അയാളോട് ഇടപഴകേണ്ട കാര്യമില്ല. ഒരിക്കൽ കണ്ടാൽ മതി. അവളെപ്പോലുള്ളവരാണ് ഇവളുടെ കൂട്ടുകാരിയെങ്കിൽ ഇവളും നന്നായിരിക്കാൻ വഴിയില്ല. ഹലോ അമ്മേ, ഇപ്പൊ എവിടെയാ? ക്ഷേത്ര ദർശനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അമ്മയ്ക്കിപ്പോ വയ്യായ്ക്കൊന്നുമില്ലല്ലോ? അതിനെന്താ, കല്യാണം കഴിഞ്ഞ് അവിടെ വന്നിട്ട് എവിടെ പോണെങ്കിലും അമ്മ വിളിച്ചോളൂ. അമ്മയുടെ കൂടെ എവിടെ വരണെങ്കിലും സന്തോഷല്ലേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ? വീട്ടിലെല്ലാവരും അമ്മയെ ചുറ്റിപ്പറ്റിയല്ലേ നിൽക്കുന്നേ. അമ്മ ഇത്രയും ദിവസം മാറി നിൽക്കാന്ന് വെച്ചാല് എല്ലാവരുടെയും താളം തെറ്റും. അത് ഞാൻ അങ്ങോട്ട് വന്നിട്ടല്ലേ അമ്മേ. ഞാനിപ്പോ അടുക്കളയിലാ ജോലി ചെയ്തോണ്ടിരിക്ക. ആ, കൂടെയുള്ളവര് വന്നെങ്കില് അമ്മ പൊയ്ക്കോ. സമയമുണ്ടാവുമ്പോ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചാ മതി. ആ ശരി അമ്മേ. ആരെയാ മോളെ വിളിച്ചത്? അമ്മയാ. അമ്മ? ഓ, ജീവന്റെ അമ്മ. അതല്ല മോളെ, 5-6 ദിവസം ഇവിടെ ഇല്ലെന്നോ വേറെ എവിടെയോ ആണെന്നോ? അമ്മ ഒരു തീർത്ഥയാത്ര പോയിരിക്ക. ഓ, തീർത്ഥയാത്ര എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതിന്റെ പേരില് കുറെ ക്ഷേത്ര ദർശനം. നന്നായി, അത് നന്നായി. അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അമ്മയെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞതാ. പിന്നല്ലാതെ. അല്ല, സുജാത എന്നാ തിരിച്ചു വരുന്നേ? എന്തിനാ? അല്ല, ഏട്ടന്മാരോട് ഞാൻ മാപ്പ് പറഞ്ഞു. എന്നോട് അവര് പൊറുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മോശമായിട്ട് സംസാരിച്ചത് സുജാതയോടല്ലേ? സുജാതയൊന്ന് കണ്ട് കാല് പിടിച്ച് എനിക്ക് മാപ്പ് ചോദിക്കണം. എന്നാലേ മനസ്സിന്റെ വിഷം അങ്ങ് ഇറങ്ങിപ്പോവും. നല്ല കാര്യമാണല്ലോ. എന്നാലും അമ്മ വരാൻ ഇനി ഒരു 5-6 ദിവസമെങ്കിലും എടുക്കുമായിരിക്കും. അപ്പോ അത്രയും ദിവസം ഞാൻ എന്റെ കുറ്റബോധം മനസ്സിൽ വെച്ചോണ്ട് കിടക്കണോ എന്റെ ഈശ്വര? മോളുടെ ജോലിയൊക്കെ നടക്കട്ടെ. ഓഹോ, അപ്പോ 4-5 ദിവസത്തേക്ക് സുജാത അവിടെ ഇല്ല. ആ ചെറുക്കനെ കാണാനും കല്യാണം മുടക്കാനും പറ്റിയ അവസരം. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ അവസരങ്ങളൊക്കെ നളിനിയുടെ മുമ്പിൽ ഇടുമ്പോ നളിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് പറ്റുമോ? വാസുവേട്ടാ, ഞാൻ വിളിക്കാട്ടോ. വാസുവേട്ടനെ തിരക്കി ഞാൻ ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക് പോയി. ഇന്നെന്താ അങ്ങോട്ട് പോയി? ഒന്നും പറയണ്ട. അങ്ങോട്ട് പോണോ ഹരി? ഈ പത്രത്തിന്റെ കാശ് പിരിച്ചെടുക്കാന്ന് പറഞ്ഞാ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നിന്നെ പോലെയുള്ള ഒരു കുഴപ്പമില്ല.
വേറെ ചിലരുണ്ട് മാസം മുഴുവൻ പത്രം ഇടണം, എന്നിട്ട് നമ്മൾ ഗേറ്റിൽ ചെന്ന് കാവൽ നിൽക്കുകയും വേണം. വാസുവേട്ട, ഈ ആഴ്ച മുതൽ എനിക്ക് ആ മാമ്പഴം വീക്കിലൊന്നും ഇടണം. ആ. ഇപ്പോൾ പത്രം ഇടാൻ വരുന്ന പുതിയ ആളല്ലേ, എനിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ വാസുവേട്ടനെ നേരിട്ടാണ് പറയാമെന്ന് വിചാരിച്ചത്. പത്രം ഇടാൻ വരുന്ന ഒരു പെങ്കൊച്ച, ആള് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ഞാൻ കൊടുത്തുവിടാം. ഞാനൊരു കവിത അയച്ചിരുന്നു, പ്രസിദ്ധീകരിക്കാം. ഇത്തവണത്തേലത് വന്നിട്ടുണ്ട്. അത് ശരി, എന്നിട്ടാണോ ഇത്ര നിസ്സാരമായിട്ട് നീ പറയുന്നത്? ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഈ നാട്ടിലെ സകലവരെ കൊണ്ടും ഇത്തവണത്തെ വീക്കിൽ ഞാൻ വാങ്ങിച്ചേനെ. അതൊന്നും വേണ്ട. വാസുവേട്ടൻ വരുന്നുണ്ടെങ്കിൽ കയറിക്കോ, ഞാൻ ആ ചായക്കട എടുത്തിറക്കാം. എന്റെ ഊരചുറ്റൽ തീർന്നിട്ടില്ല ഹരി, ഇനി ഒരു 5-6 വീടുകൂടെ കിടക്കുക. ഇനിയുണ്ട്, നീ വിട്ടോ.